കീമിന് കിട്ടിയ മാർക്കും പ്ലസ് ടുവിന് കിട്ടിയ മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് പലരും വീഡിയോ കൂടി ചോദിക്കുകയുണ്ടായി. നിങ്ങളുടെ എല്ലാവരുടെയും കീം സ്കോർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക 300-ലാണ്. കാരണം അത് 600-ൽ നിന്ന് നോർമലൈസ് ചെയ്ത് 300-ലാക്കിയിട്ടാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇനി പ്ലസ് ടു മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലസ് ടു മാർക്ക് സ്റ്റേറ്റ് സിലബസ് VHSE സ്റ്റേറ്റും ഔട്ട് ഓഫ് 360-ലാണ് 3 സബ്ജക്റ്റും കൂടി വരുന്നത്, 120, 120, 120. എന്നാൽ CBSEയിലും ICSEയിലും അത് 100, 100, 100, 300-ലാണ് വരുന്നത്. നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. മുമ്പത്തെ വർഷങ്ങളിലെല്ലാം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അതായത് 300-ലേക്കാണ് അവർ മാർക്ക് നോർമലൈസ് ചെയ്യുന്നത്. ഇനി നോർമലൈസ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 300-ൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരു +5-ഓ -5-ഓ ആയി മാറാം. അങ്ങനെ റാങ്ക് വരുന്നത് ഔട്ട് ഓഫ് 600-ലെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ഔട്ട് ഓഫ് 600-ൽ ഒരു 550+ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു 1 to 5,000 ഉള്ളിൽ റാങ്ക് വരും. 450+ ആണെങ്കിൽ 5,001-ലും 20,000-ഉള്ള റാങ്ക് വരും. 350+ ആണെങ്കിൽ 20,000-ലും 50,000-നും ഇടയിൽ റാങ്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ഇത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതിനെയും പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദി എക്സാമിനെയും റിസർവേഷൻ പോളിസി, നോർമലൈസേഷൻ പ്രൊസീജിയർ, ഹയസ്റ്റ് മാർക്സ് അച്ചീവ്ഡ് ബൈ എനി കാൻഡിഡേറ്റ്, ട്രെൻഡ്സ് ഇൻ പ്രീവിയസ് ഇയേഴ്സ്, കട്ട് ഓഫ് സ്കോർസ്, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ മാർക്കുകളിലെ മാറ്റങ്ങൾ.